ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിക്സ്ത് മൊഡ്യൂളാണ്. സിക്സ്ത് മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്: കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസും അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് മെക്കാനിസംസ്. ഓക്കെ, അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ആദ്യത്തെ രണ്ട് മൊഡ്യൂളുകളിൽ അനാലിസിസ് പഠിച്ചു. 4 ബാർ മെക്കാനിസത്തിൻ്റെയും സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെയും അനാലിസിസ്, അതായത് വെലോസിറ്റി ആക്സലറേഷൻ അനാലിസിസുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ, പക്ഷെ അതെല്ലാം ഒരു പർട്ടിക്കുലർ പൊസിഷൻ തന്നിട്ട് ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയായിരിക്കും അതിൻ്റെ വെലോസിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ എത്രയായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അത് ഒരൊറ്റ പർട്ടിക്കുലർ പൊസിഷൻ മാത്രമാണ് അത് ഡീൽ ചെയ്യണുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസിൽ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഒരു 4 ബാർ മെക്കാനിസം എന്ന് പറയുമ്പോൾ അതിന് ഓരോ ടൈമിലും ഓരോ പൊസിഷൻസ് ആയിരിക്കും. അതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പക്ഷെ അത് സാധാ രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ പൊസിഷൻ മാത്രമാണ് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓരോ പൊസിഷനിലും അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസ് വേണം. ഓക്കെ, അല്ലെങ്കിൽ അതിനൊരു പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ സാധാരണ എല്ലാ പൊസിഷനും അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസിൽ പഠിക്കുന്നത്. പ്രോഗ്രാമിങ്ങുകളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റി ആക്സലറേഷനൊക്കെ എങ്ങനെയായിരിക്കും ഡിഫറെൻറ്റ് ആംഗിളുകളിൽ വരണേന്നുള്ള ഒരു ജനറൽ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ അതിൽ പഠിക്കുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ട് ഓഫ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞത് എന്താ, നമുക്കൊരു 4 ബാർ മെക്കാനിസം തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ 4 ബാർ മെക്കാനിസത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യും, വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കും, ആക്സലറേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കും. അതായത് ഒരു ഓൾറെഡി ഒരു മെക്കാനിസത്തിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്ത്. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിന്തസിസ് ആണ്. അതായത് നമുക്കൊരു ഗിവൺ സെറ്റ് ഓഫ് കണ്ടീഷൻസ് തരും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർഡ് ഔട്ട്പുട്ട് തരും. ആ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു മെക്കാനിസം ഡിസൈൻ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ സിന്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് y=fx എന്ന് പറയുന്ന ഒരു പാത്ത് ജനറേറ്റ് ചെയ്യണം. നമ്മുടെ മെക്കാനിസം y=fx എന്ന് പറഞ്ഞ ഒരു പാത്ത് ജനറേറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു മെക്കാനിസം ഡിസൈൻ ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ അനാലിസിസ് പാർട്ട്, അതായത് ആദ്യത്തെ രണ്ട് മൊഡ്യൂളുകൾ ചെയ്ത് എന്താ, ഒരു മെക്കാനിസം ഓൾറെഡി നമുക്ക് തരും, അതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി എന്താ, ആക്സലറേഷൻ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസ്, അതിൽ നമ്മൾ ഫ്രെഡൻസ്റ്റീൻ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അനാലിസിസ് ആണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 4 ബാർ മെക്കാനിസം തന്നിട്ടുണ്ട്. ABCD ആദ്യത്തെ ഫിഗറിൽ കാണിച്ചാണ് മാതിരി തന്നെ ഇതിൻ്റെ ഒരു 4 ബാർ മെക്കാനിസം ഓൾറെഡി തന്നിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന ഒരു 4 ബാർ മെക്കാനിസം. അതിൽ AD എന്ന് പറയുന്ന ലിങ്ക് ആണ് ഫിക്സ്ഡ് ആക്കി വെച്ചത്. അതുപോലെ തന്നെ ഓരോ ലിങ്കിൻ്റെയും ലെങ്ത്ത്, ABയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ A, BCയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ B, അതുപോലെ തന്നെ CDയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ C, അതുപോലെ തന്നെ ലാസ്റ്റ് ലിങ്ക് ADയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ D ആണ്. ഓൾസോ അതിൽ ആംഗിൾ തന്നിട്ടുണ്ട്. അതായത് AB എന്ന് പറയുന്ന ലിങ്ക് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യണ ആംഗിൾ തീറ്റ, BC എന്ന് പറയുന്ന ലിങ്ക് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യണ ആംഗിൾ ബീറ്റ, അതുപോലെ തന്നെ CD എന്ന് പറയുന്ന ലിങ്ക് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യണ ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് 3 സൈഡും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് മൂന്ന് സൈഡല്ല, 4 സൈഡിൻ്റെയും ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. ABCD സ്മോൾ ലെറ്റർ ABCD വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. അതുപോലെ തന്നെ 3 ലിങ്കുകൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണെന്നും കൂടി തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ, ബീറ്റ ആൻഡ് ഫൈ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫിഗർ വരണത്. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 4 ബാർ മെക്കാനിസം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്തൊക്കെയായിരിക്കും, σfx=0, അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻറ്റും 0 ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. f(x)=0, അതുപോലെ തന്നെ f(y)=0. ആ രണ്ട് കണ്ടീഷനുകൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കും വരണതെന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ലിങ്കിൻ്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അതാണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചത്. ആദ്യം നമ്മൾ A എന്ന് പറഞ്ഞ സൈഡ്, സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് A cos തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ നമ്മൾ പറഞ്ഞ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഒരു ഫോഴ്സാണെന്ന് വിചാരിച്ചോ.
എ എന്ന് പറയുന്ന ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എ കോസ് തീറ്റയും അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എ സൈൻ തീറ്റയും ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോസായിട്ടും വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈൻ ആയിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്തത് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന സൈഡിന് 2 കമ്പോണൻ്റ് ആയിട്ട് എഴുതി, എ കോസ് തീറ്റയും എ സൈൻ തീറ്റയും. സെയിം രീതിയിൽ തന്നെ ബി എന്ന് പറയുന്ന ലിങ്ക് കൺസിഡർ ചെയ്യുക. ബിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ബി കോസ് ബീറ്റ, അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ബി സൈൻ ബീറ്റ. ഓക്കെ, അതിൻ്റെ ഡയറക്ഷനും കൂടി ശ്രദ്ധിക്കുക. ബി സിയുടെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ രണ്ടിൻ്റെയും എ കോസ് തീറ്റ റൈറ്റ് സൈഡിലേക്കായിരിക്കും, എ സൈൻ തീറ്റ മുകളിലേക്കായിരിക്കും. ഇവിടെ ബി കോസ് ബീറ്റ റൈറ്റ് സൈഡിലേക്കായിരിക്കും, ബി സൈൻ ബീറ്റ മുകളിലേക്കായിരിക്കും. അങ്ങനെയാണ് ഡയറക്ഷൻസ് പറയുന്നത്. ലാസ്റ്റ് ലിങ്ക് സി ഡി കൺസിഡർ ചെയ്യുക. സി ഡിയുടെ ഡയറക്ഷൻ നേരെ താഴത്തേക്കാണ്. ഓക്കെ, നേരെ താഴത്തേക്കാണ്. അതുകൊണ്ട് തന്നെ സി കോസ് തീറ്റ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കും സി സൈൻ തീറ്റ എന്ന് പറയുന്നത് താഴത്തേക്കും ആയിരിക്കും. ഓക്കെ, സി സൈൻ തീറ്റ എന്ന് പറയുന്നത് താഴത്തേക്കും, സി കോസ് ഫൈ എന്ന് പറയുന്നത് ഫൈ ആണ് ഏറ്റവും അവസാനത്തെ ആംഗിൾ, സി കോസ് ഫൈ ലെഫ്റ്റ് സൈഡിലേക്കും സി സൈൻ ഫൈ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. ഓക്കെ, സി സൈൻ ഫൈ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഈ ടോട്ടൽ ഡിസ്റ്റൻസിനാണ് സി സൈൻ ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ലെങ്ത്തുകളെയും അതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റുകളായിട്ട് എഴുതിയേക്കണ ഫിഗറാണ് രണ്ടാമത് വരച്ചത്. ഓക്കെ, 4 ലിങ്ക് ഉണ്ട് മൊത്തം എ ബി സി ഡി എന്ന് പറയുന്നത്. അതിൽ ഡീനെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡി ഓൾറെഡി ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ കിടന്നാൽ മതി. ബാക്കി 3 തന്നെയാണ് റിസോൾവ് ചെയ്തത്. എനെ റിസോൾവ് ചെയ്തിട്ട് എ കോസ് തീറ്റയും എ സൈൻ തീറ്റയും ആയിട്ട് എഴുതി, ബീനെ റിസോൾവ് ചെയ്തിട്ട് ബി കോസ് ബീറ്റയും ബി സൈൻ ബീറ്റയും ആയിട്ട് എഴുതി, അതുപോലെ തന്നെ സീനെ റിസോൾവ് ചെയ്തിട്ട് സി സൈൻ ഫൈയും സി കോസ് ഫൈ ആയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് കമ്പോണൻറ്റ് ഈ പറഞ്ഞ മാതിരി ഡി ആണ്. ഡി ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഓൾറെഡി, പിന്നെ അതിനെ നമ്മൾ വീണ്ടും റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. എക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എക്വിലിബ്രിയം കണ്ടീഷനിൽ ആകെ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുകൾ മാത്രം. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുകൾ ഏതായതിലെ അതൊന്ന് നോക്കിയിട്ട് പോകുന്നത്. എ കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്, ബി കോസ് ബീറ്റ ഇത് രണ്ടും റൈറ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ആയിരിക്കും എടുക്കുന്നത്. എ കോസ് തീറ്റയും ബി കോസ് ബീറ്റയും പോസിറ്റീവായിരിക്കും. ദെൻ തേർഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സി കോസ് ഫൈ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കുന്നത് നെഗറ്റീവായിട്ടായിരിക്കും. നാലാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡിയും ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കുന്നത് നെഗറ്റീവായിരിക്കും. ഓക്കെ, അത്രയും 4 കമ്പോണൻറ്റ് ഈക്വൽ ടു 0, അതാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ കൊണ്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുകൾ. സെയിം രീതിയിൽ തന്നെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എടുക്കുക. വെർട്ടിക്കൽ കമ്പോണൻസ് ഏതാ? എ സൈൻ തീറ്റ, ബി സൈൻ ബീറ്റ, സി സൈൻ ഫൈ. പക്ഷേ ഡിക്ക് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇല്ല, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നെറ്റായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത് അതാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്താ? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈക്വൽ ടു 0. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻസുകൾ 4 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 2 നെഗറ്റീവാണ്, ബാക്കി 2 പോസിറ്റീവ്. എ കോസ് തീറ്റ പ്ലസ് ബി കോസ് ബീറ്റ മൈനസ് സി കോസ് ഫൈ മൈനസ് ഡി ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ബി കോസ് ബീറ്റ മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടേമുകളെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ബി കോസ് ബീറ്റ മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തി. ഇനി 2 സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, 2 സൈഡും സ്ക്വയർ ചെയ്യുക. ഇവിടുത്തെ ബി സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ എന്ന് പറയും. റൈറ്റ് സൈഡിലെ ടേം എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ, അങ്ങനെ ഒരു ടേം ആയിരിക്കും വരുന്നത്, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം സ്ക്വയർ ചെയ്യാൻ വേണ്ടി. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca, അതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയറിൻ്റെ. ഓക്കെ, എ സ്ക്വയർ ഒരു തവണ കൂടി പറയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. ഓക്കെ, അങ്ങനെയായിരിക്കും ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ സ്ക്വയർ ചെയ്യുക. ആദ്യത്തെ കമ്പോണൻറ്റിനെ സ്ക്വയർ ചെയ്യുക, രണ്ടാമത്തെ കമ്പോണൻറ്റിനെ സ്ക്വയർ ചെയ്യുക, മൂന്നാമത്തെ കമ്പോണൻറ്റിനെ സ്ക്വയർ ചെയ്യുക. ആദ്യം അതാ ചെയ്യണത്. പിന്നെ നമ്മൾ 2ab എന്ന് പറയുന്നത് 2cd കോസ് ഫൈ എന്ന് കിട്ടും. 2abc എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, കാരണം ഒരു ടേം നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് 2ac കോസ് ഫൈ കോസ് തീറ്റ എന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്ത മാതിരി 2caയും കൂടിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണത്? അത്രയും ചെയ്യുക, അതൊരു ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻസ് എടുക്കാം. ഓക്കെ, വെർട്ടിക്കൽ കമ്പോണൻസ് എഫ് വൈ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഓക്കെ, എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ 3 കമ്പോണൻ്റ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
ഡി ഉണ്ടാവില്ല, ഡിക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആദ്യത്തേൽ കൺസിഡർ ചെയ്തു. ബാക്കി 3 വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, അതിൽ ഒരെണ്ണം മാത്രം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഇതുപോലെ തന്നെ ബി സൈൻ ബീറ്റ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കി ടേംസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ ബി സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റ ഈക്വൽ ടു സി സൈൻ ഫൈ മൈനസ് എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതിപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ നിങ്ങൾക്കറിയാം, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയായിരിക്കും അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ തീറ്റ മൈനസ് 2ac സൈൻ ഫൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. ബി സ്ക്വയർ സൈൻ സ്ക്വയർ ബി സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റയും കിട്ടി, ബി സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റയും കിട്ടി. അപ്പോൾ ആ 2 ഇക്വേഷനും 4th ഇക്വേഷനും അതുപോലെ തന്നെ നമ്മൾ മുമ്പ് എഴുതിയ 2nd ഇക്വേഷനും 2 ഇക്വേഷനും കൂടി ആഡ് ചെയ്യാം. ബി സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റയും ബി സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റയും തമ്മിൽ ആഡ് ചെയ്യാം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ആഡിങ് ഇക്വേഷൻസ് 2 and 4. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബി സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ബി സ്ക്വയർ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി ടേംസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ എന്ന് എഴുതി. സെയിം രീതിയിൽ തന്നെ ഒരേ ടേമുകൾ വരണത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ സി സ്ക്വയർ കോസ് സ്ക്വയർ ഫൈയും സി സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈയും ഉണ്ടായിരുന്നു 2 ടേമുകളിലായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ഒരുമിച്ച് എഴുതി. പിന്നെ ഡി സ്ക്വയർ ഒരു ടേമുള്ളൂ, 2cd കോസ് തീറ്റ ഒരു ടേമുള്ളൂ. എ സ്ക്വയറിൻ്റെ 2 ടേം ഉണ്ടായിരുന്നു, എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരുമിച്ച് എഴുതി. അതുപോലെ തന്നെ 2ac-യുടെ 2 ടേമുകൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഒരുമിച്ച് എഴുതി. പിന്നെ 2ad കോസ് തീറ്റ, അത്രയാണ് ടേംസുകൾ ഉണ്ടായത്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതെല്ലാം 1 ആക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ വീണ്ടും നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. പി സ്ക്വയറിൻ്റെ അവിടെയുള്ള ടേമുകളെല്ലാം പോവും. അപ്പോൾ ബി സ്ക്വയറിന് മാത്രമാവും പ്ലസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് 2cd കോസ് ഫൈ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ac കോസ് ഫൈ കോസ് തീറ്റ പ്ലസ് സൈൻ ഫൈ സൈൻ തീറ്റ മൈനസ് 2ad കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ 2ac കോസ് തീറ്റ കോസ് ഫൈ ഈ ഒരു ടേം മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കി ടേമുകളെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് 2cd കോസ് ഫൈ മൈനസ് 2ad കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിലുള്ള 2ac എന്ന് പറയുന്നത് താഴത്തേക്ക് കൊണ്ടുവരാം. 2ac എന്ന് പറയുന്നത് താഴത്തേക്ക് കൊണ്ടുവരാം. 2ac താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഇത്രയും ടേമുകൾ ഒരുമിച്ച് 2ac ഡിവൈഡ് ചെയ്യുക. ദെൻ 2cd കോസ് ഫൈ ചെയ്ത് കഴിയുമ്പോൾ d/a കോസ് ഫൈ എന്ന് കിട്ടും മൈനസ് d/c കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടേമിനും ഓരോ ഇക്വേഷൻ ഇതെല്ലാം എ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 2ac എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അതുപോലെ തന്നെ d/a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അതുപോലെ തന്നെ d/c എന്ന് പറയുന്നത് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അതായത് d/a ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, d/a ആണ് k1, d/c ആണ് k2. അതുപോലെ തന്നെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 2ac ഈക്വൽ ടു k3. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടൈമിനെ നമ്മൾ എടുത്തത് k3 ആയിട്ടാണ് എടുത്തത്, d/a-നെയാണ് k1 ആയിട്ട് എടുത്തത്, d/c-നെയാണ് k2 ആയിട്ട് എടുത്തത്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? k1 കോസ് ഫൈ മൈനസ് k2 കോസ് തീറ്റ പ്ലസ് k3 എന്ന് കിട്ടും. അതായത് കോസ് ഫൈ കോസ് തീറ്റ പ്ലസ് സൈൻ ഫൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു k1 കോസ് ഫൈ മൈനസ് k2 കോസ് തീറ്റ പ്ലസ് k3 എന്ന് കിട്ടും. ഓക്കെ, ഓർ നമുക്ക് ഈ ടേമിന് എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് ഫൈ അല്ലെങ്കിൽ കോസ് ഫൈ മൈനസ് തീറ്റ ആ ടേമിൽ എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു k1 കോസ് ഫൈ മൈനസ് k2 കോസ് തീറ്റ പ്ലസ് k3. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വേണ്ട റിക്വയർഡ് ഫ്രോഡൻസ്റ്റീൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് തന്നെ പഠിക്കണം. അതിൽ ഇത്ര ഇക്വേഷൻസ് നമുക്ക് കാണാപ്പാഠം പഠിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. k1 k2 k3യുടെ വാല്യൂസ് ആവശ്യം വരും. അതുപോലെ തന്നെ ഫൈനൽ ഇക്വേഷനും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. അത്രയും ടേംസ് കാണാപ്പാഠം തന്നെ പഠിക്കണം. അതിന് മുമ്പുള്ള കാര്യങ്ങൾ ഡെറിവേഷനാണ്. ശരിക്കും ഈസി ആയിട്ടുള്ള ഡെറിവേഷനാണ്, ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, കാരണം ഒക്കെ ഇക്വേഷൻസാണ്. ഓക്കെ, ഫുൾ വരണത് ഇക്വേഷൻസാണ്. അപ്പോൾ ഇക്വേഷൻസ് കേട്ട് കഴിയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ എഴുതുമ്പോൾ ഭയങ്കര ഈസിയാണ്. കാരണം നമുക്ക് ആകെ 2 കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കാര്യം തീർന്നു. പിന്നെ അതിനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നതാണ് ബാക്കി സ്റ്റെപ്പുകളിലൊക്കെ ചെയ്ത് കാണുന്നത്. ഓക്കെ,
അതിനെ റീഅറേഞ്ച് ചെയ്തേക്കുന്നതാണ് നമ്മൾ ബാക്കി സ്റ്റെപ്പുകൾ ചെയ്തേക്കുന്നത്. അപ്പോൾ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈക്വൽ ടു 0, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ സോർട്ട് ചെയ്യുക. പിന്നെ സോർട്ട് ചെയ്ത് ഏറ്റവും അവസാനം എന്തായാലും ഈ ഇക്വേഷൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് എന്തായാലും നമ്മൾ കാണാപ്പാഠം പഠിക്കണം. അപ്പോൾ ഇത് നമുക്ക് എഴുതേണ്ടി വരും. പിന്നെ ആദ്യത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും എഴുതുന്നത് എങ്ങനെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസിലേക്ക് നമുക്ക് എന്തായാലും എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എഴുതി പഠിക്കാം. 1-2 തവണ എഴുതി പഠിക്കുക. 10 മാർക്ക് ഷുവറായിട്ടും കിട്ടണതാണ്. 2-3 തവണ അത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. ഷുവർ, വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. 2 തവണ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും കിട്ടും. അപ്പോൾ അത് എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ സോ താങ്ക് യു. ഓക്കെ.